Signals and system as per KTU. Hi all. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ROC, അതുപോലെ സെക്കൻഡ് ഹൗ ടു ഫൈൻഡ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ആൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫോർ വേരിയസ് ROCs. പാർട്ട് 2 ആണ്. ഇതിൻ്റെ ഒരു പാർട്ട് 1 ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ROC വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ഈ വീഡിയോ വാച്ച് ചെയ്യുക. ദെൻ ഇറ്റ് വിൽ ബി മോർ ബെനിഫിഷ്യൽ. ഒരു രണ്ട് ട്രാൻസ്ഫോംസിൻ്റെ ഒരു കമ്പാരിസൺ രീതിയിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു വിട്ട് ഒരു വീഡിയോ ആണ് ഈ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇസഡ് ട്രാൻസ്ഫോമിൽ സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 1 ലാപ്ലാസ് ട്രാൻസ്ഫോം ആൻഡ് ഇറ്റ്സ് ROC ഓൾറെഡി നമ്മൾ കവർ ചെയ്തിരുന്നു. ഇസഡ് ട്രാൻസ്ഫോം, ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനിലേക്ക് പോവുകയാണ്. അപ്പം ഇസഡ് ട്രാൻസ്ഫോം മെയിൻലി ഒരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിനെ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമാണ്. സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് ഇസഡ് ട്രാൻസ്ഫോം വെച്ചിട്ട് സിസ്റ്റത്തിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ലാസ്റ്റ് പഠിച്ച ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൻ്റെ അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോം ആയിരുന്നു. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോം, രണ്ട് ട്രാൻസ്ഫോംസിൻ്റെയും കുറേ ഫാക്ടേഴ്സ് കോമൺ ഉണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ ഈസി. ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എപ്പോഴും കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിലാണ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് x(t) ആണ്. അതിൻ്റെ ട്രാൻസ്ഫോം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ X(S) വെച്ചിട്ടാണ് ലാപ്ലാസ് ട്രാൻസ്ഫോം. അതുപോലെ ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് ഇസഡ് ട്രാൻസ്ഫോം മെയിൻലി ഡീൽ ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലായിരിക്കും, അതായത് x(n)നായിരിക്കും ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ വി വിൽ റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ X(Z) ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ x(S) ഈക്വൽസ് ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ആയതുകൊണ്ട് അതിന് നോർമലി അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ ഏത് സിഗ്നലാണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ x(t), അതിന് ഒരു ഫാക്ടർ e⁻⁻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, -∞ to ∞ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അതാണ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഇൻ്റഗ്രൽ -∞ to ∞ xt e⁻⁻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റഗ്രേറ്റ് ചെയ്യും. സിമിലർലി ഇസഡ് ട്രാൻസ്ഫോം വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്യാപിറ്റൽ X(Z) ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയതുകൊണ്ട് നോർമലി എന്തായിരിക്കും വരുന്നത്, സമ്മേഷൻ ആയിരിക്കും വരുന്നത്. ഇൻ്റഗ്രലിന് വരെ സമ്മേഷൻ വരും. n ഈക്വൽസ് -∞ to ∞. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് x(n) സിഗ്നലാണ്, ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലാണ്. ഇനി e⁻⁻ പകരം z⁻⁻n ഫാക്ടർ വരും. ദിസ് ഇക്വേഷൻ റെപ്രസെൻറ്റ്സ് ദ ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സീക്വൻസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ എടുത്ത് റൈറ്റ് സൈഡ് സിഗ്നൽ എടുത്ത് അതിൻ്റെ ROC, ഇമ്പോർട്ടൻസ് ഓഫ് ROC എല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ വീഡിയോയിൽ മെയിൻലി ഡീൽ ചെയ്യുന്നത് ഇസഡ് ട്രാൻസ്ഫോമും അതിൻ്റെ ROC ആയിരിക്കും. ഫസ്റ്റ് ഇതായിട്ട് അപ്പോൾ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് the Z transform of a sequence x(n) equals 1, 2, 5, 7. ഇതിൻ്റെ ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് തന്നിട്ടുണ്ട്. അപ്പം ഒരു കാര്യം ഓർക്കണം, 3 ടൈപ്പ് സിഗ്നൽസ് നമുക്കുണ്ട്. അതായത് റൈറ്റ് സൈഡഡ്, അതിൻ്റെ വേറൊരു നെയിമാണ് കോസൽ സിഗ്നൽ എന്ന് പറയും. സെക്കൻഡ് ലെഫ്റ്റ് സൈഡഡ്, അതിന് നോൺ കോസൽ. തേർഡ് ഡബിൾ സൈഡഡ്. ഇങ്ങനെ 3 ടൈപ്പ് സിഗ്നൽസ് ഉണ്ട്. ഇപ്പം റൈറ്റ് സൈഡ് എടുന്നപ്പോൾ നമ്മൾ എപ്പോഴും സിഗ്നൽ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ n = 0,
അതിൻ്റെ വാല്യൂ 1 2 അതുപോലെ -1 -2 ആണ്. അപ്പം n = 0 റൈറ്റ് സൈഡിലേക്ക് മാത്രമേ അതിന് വാല്യൂ ഉള്ളെങ്കിൽ അത് റൈറ്റ് സൈഡ് സിഗ്നൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിന് കോസൽ സിഗ്നൽ എന്ന് പറയും. ഇതിൻ്റെ കേസിൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആരോ ഇട്ടിരിക്കുന്നതാണ് n = 0, 0 പിന്നെ ഉള്ളത് 1 2 3, അതായത് റൈറ്റ് സൈഡിലേക്ക് മാത്രമേ അതിന് വാല്യൂസ് ഉള്ളൂ. അപ്പോൾ ദാറ്റ് വിൽ കം അണ്ടർ റൈറ്റ് സൈഡ് സിഗ്നൽ ഓർ കോസൽ സിഗ്നൽ. നമ്മളിത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. n = 0 1 വാല്യൂ 1, n = 0 1 വാല്യൂ, 1 2 വാല്യൂ, 2 5, 3 7, ഇങ്ങനെ ഒരു സിഗ്നലാണ് തന്നിരിക്കുന്നത്. അതായത് ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഇതായിരിക്കും ഈ ഒരു പോയിൻ്റ് ആയിരിക്കും x(0) എന്ന് പറയുന്നത്. ദിസ് ഈസ് x(1), x(2), x(3). അപ്പോൾ ഇതിൻ്റെ Z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ Z ട്രാൻസ്ഫോം സീക്വൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സിഗ്നൽ വരയ്ക്കുക. വരച്ചതിന് ശേഷം Z ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. x(z) = സമ്മേഷൻ n = നോർമലി -∞ to ∞ ആണ്. x(n) z⁻⁻n. ഇത് ബൈലാറ്ററൽ ഇക്വേഷൻ എന്ന് പറയും. യൂണിലാറ്ററൽ എന്ന് പറയുമ്പോൾ n = 0 to ∞ വരെയാണെങ്കിൽ യൂണിലാറ്ററൽ എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ കേസ് നമ്മൾ ഓൾറെഡി ഡയഗ്രാം വരച്ചു. ഡയഗ്രത്തിനകത്താണെങ്കിൽ ഈ സിഗ്നൽ എവിടെ തൊട്ടേ ഉള്ളൂ, n = 0 തൊട്ട് 3 വരെ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് n-ൻ്റെ വേരിയേഷൻ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിനകത്ത് n = ഇവിടെ തൊട്ടേ ഉള്ളൂ 0 to n = 0 to 3 വരെയുള്ളൂ. n = 0 to 3 x(n) z⁻⁻n എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സമ്മേഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0 to 3 എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ആദ്യമേ x(0) n-ന് 0 കൊടുത്ത് z⁻⁻n z⁻0, അടുത്ത x(1) z⁻1 പ്ലസ് x(2) z⁻2, എവിടം വരെ പോകണം, പ്ലസ് x(3) z⁻3 വരെ പോകണം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ x(0) 1 2 3ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓൾറെഡി നമ്മൾ x(0)ൻ്റെ വാല്യൂ x(1)ൻ്റെ വാല്യൂ ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ കേസിൽ x(0)ൻ്റെ വാല്യൂ എത്രയായിരുന്നു, നമ്മളിവിടെ സൈഡിൽ എഴുതാം. x(0)ൻ്റെ വാല്യൂ 1 ആയിരുന്നു. അതുപോലെ x(1)ൻ്റെ വാല്യൂ എത്രയായിരുന്നു, x(1)ൻ്റെ വാല്യൂ 2 ആയിരുന്നു. 2 x(2)ൻ്റെ വാല്യൂ 5 ആയിരുന്നു. x(3)ൻ്റെ വാല്യൂ 7 ആയിരുന്നു. ഓക്കെ, ഇനി ഈ വാല്യൂസ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. വിച്ച് ഈസ് ഈക്വൽ ടു x(0) 1 × z⁻0 1 ആയിരിക്കും, പ്ലസ് x(1)ൻ്റെ വാല്യൂ 2 z⁻1 പ്ലസ് 5 × z⁻2 പ്ലസ് 7 × z⁻3 എന്ന് പറഞ്ഞു. ഇതാണ് ഒരു x(z) എന്ന് പറയുന്നത്. ഓക്കെ, x(z)ൻ്റെ എക്സ്പ്രഷൻ വന്നു. ഇനിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്, ROCയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്, റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇപ്പോൾ ഈ ഒരു സീക്വൻസ് ഓൾറെഡി എന്താണ്, ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ്. അതായത് n = -∞ to ∞ വരുന്നൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ് നമ്മളുടെ x(n) എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ z-ൻ്റെ ഏതൊക്കെ വാല്യൂസ് എന്ന് നോക്കും. ഇതിൻ്റെ കേസിലാണെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം, x(z) = 1 + 2/z എന്ന് എഴുതിക്കണം. 2/z പ്ലസ് 5/z² പ്ലസ് 7/z³. ഇതിനകത്ത് z-ൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആവുന്ന വാല്യൂസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ സപ്പോസ് z = നമ്മൾ 0 എടുക്കാമെന്ന് വെച്ചാൽ, ഇവിടെ z-ന് 0 എടുക്കുമ്പോഴത്തേക്ക് ഈ ടേം എന്താവും, ഇൻഫിനിറ്റി ആയിപ്പോവും. z-ന് 0 കൊടുത്താൽ ഇൻഫിനിറ്റി ആയിപ്പോവും. z-ന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ROC എഴുതുന്നത് ROC ഈസ് എൻ്റയർ
ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇൻഫിനിറ്റ് ആവുന്ന വാല്യൂ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഇതാണ് ROC എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷനകത്ത് ഏത് വാല്യൂവിലാണോ ഇസഡിന് ഇൻഫിനിറ്റി ഇസഡിനൊരു വാല്യൂ എടുക്കുമ്പം ആ എക്സ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റി ആവുന്നോ അത് ഒഴിച്ച് ബാക്കിയുള്ള എൻ്റെ റീജിയൻ ആയിരിക്കും നമ്മൾ ROC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഇപ്പോൾ ഇവിടെ ഒന്ന് പറയാം. വാല്യൂസ് ഓഫ് ഇസഡ് for which the summation converges, that is x of z attains a finite value. This is called as ROC. ഓക്കെ, ഏതൊക്കെ വാല്യൂസിനാണ് നമ്മൾ എക്സ് ഓഫ് ഇസഡ് ഫൈനൈറ്റ് ആവുന്നത് ആ ഒരു റീജിയനാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് ആവുന്നത്. അത് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് ആയതുകൊണ്ടാണ് നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എഴുതുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു റൈറ്റ് സൈഡ് സിഗ്നലിൽ അല്ലെങ്കിൽ സീക്വൻസിൻ്റെ ഇസഡ് ട്രാൻസ്ഫോമും അതിൻ്റെ ROCയും എഴുതി. അപ്പോൾ അതിനകത്ത് ഈ ഒരു ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ROC ഈസ് എൻ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഫോർ എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. റൈറ്റ് സൈഡഡ് സിഗ്നൽ അല്ലെങ്കിൽ കോസൽ സിഗ്നലിൻ്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. ഇസഡ് ഈക്വൽ ടു 0 വരാനുള്ള റീസൺ എന്താ? 0 വരുമ്പോഴത്തേക്ക് 2/0 എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ആയിപ്പോവും, എക്സ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റ് ടേം ആയിപ്പോവും. ഇനി ഒരു സെക്കൻഡ് എക്സാമ്പിളായിട്ട് നമ്മളൊരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യന് ഫൈൻഡ് ദ ഇസഡ് transform of discrete and x of n equals 1 minus 1 1. ഇവിടാണ് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നേരത്തെ പോലെ പൊസിഷൻ എഴുതുമ്പോൾ ദിസ് വിൽ റെപ്രസെൻറ്റ്സ് എക്സ് ഓഫ് 0. ഇതെന്തായിരിക്കും? എക്സ് ഓഫ് -1 എക്സ് ഓഫ് -2 ആയിരിക്കും. അപ്പോൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് 0 -1 -2, 0ൽ വാല്യൂ 1, -1ൽ -1, -2ലേക്ക് 1. അപ്പോൾ 0ൻ്റെ ഏത് പൊസിഷനിലേക്കേ ഉള്ളൂ ഇതിൻ്റെ വാല്യൂ കംസ് ഓൺലി ഇൻ ദ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ്, അല്ലെങ്കിൽ അതിന് നോൺ കോസൽ സിഗ്നൽ എന്ന് പറയും. ലെഫ്റ്റ് സൈഡഡ് ഓർ നോൺ കോസൽ സിഗ്നൽ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുക. ഫസ്റ്റ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുക. എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് സമ്മേഷൻ n ഈക്വൽസ് -∞ എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n. ഇവിടെ എൻ്റെ വേരിയേഷൻസ് എവിടെ തൊട്ടേ ഉള്ളൂ? -2 to 0 വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? സമ്മേഷൻ n ഈക്വൽസ് -2 to 0 എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n. ഇനി എന്ത് ചെയ്യും? ഇതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എന്ത് കൊടുക്കും? എക്സ് ഓഫ് -2 ഇസഡ് റേസ് ടു -2 ഇസഡ് സ്ക്വയർ വരും, പ്ലസ് എക്സ് ഓഫ് -1 ഇസഡ് റേസ് ടു 1 വരും, പ്ലസ് എക്സ് ഓഫ് 0 ഇസഡ് റേസ് ടു 0ൻ്റെ വാല്യൂ എന്ത് വരും? ഇസഡ് റേസ് ടു 0 1 വരും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ ഈ ഓരോ വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ, എക്സ് ഓഫ് -1ൻ്റെ വാല്യൂ, എക്സ് ഓഫ് 0ൻ്റെ വാല്യൂ ഓൾറെഡി ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -2ൻ്റെ വാല്യൂ 1, അപ്പോൾ 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് -1ൻ്റെ വാല്യൂ എത്രയാണ്? -1ലെ വാല്യൂ -1 ആണ്. -1 ഇസഡ് പ്ലസ് ഇസഡ് 0ൻ്റെ വാല്യൂ 1 ആണ്. അപ്പം 1 ഇസഡ് റേസ് ടു 0 1 ആണ്. അതായത് ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പം
ഒരു ഇൻഫിനിറ്റ് സീക്വൻസ് ആണ് എൻ്റെ എക്സ് ഓഫ് ഇസഡ് കിട്ടി. ഇനി ഏത് വാല്യൂസിലാണ് ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റ് ആവുന്നത് നോക്കുക. അത് ഒഴിച്ച് ബാക്കിയുള്ള റീജിയൻ ആയിരിക്കും അതിൻ്റെ ROC എന്ന് പറയുന്നത്. അപ്പോൾ സപ്പോസ് ഇസഡ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇൻഫിനിറ്റി കൊടുക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ ഈ സീക്വൻസ് എന്താവും? അത് എക്സ് ഓഫ് ഇസഡ് ബിക്കംസ് എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്താവും? ഇൻഫിനിറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്ത് വരും? ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ROC ഈസ് എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ടേം വരും. അപ്പോൾ ഇതാണ് ഒരു ജനറലായിട്ടുള്ള ലെഫ്റ്റ് സൈഡഡ് സീക്വൻസിൻ്റെ ലെഫ്റ്റ് സൈഡഡിൻ്റെ ROC വരുന്നത്. ലെഫ്റ്റ് സൈഡിൻ്റെ ROC വരുന്നത് ROC ഈസ് എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. റൈറ്റ് സൈഡിൻ്റെ കേസ് എന്തായിരുന്നു? ROC ഈസ് എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ക്ലിയർ ആയില്ലേ ഇത്? അതായത് ഈ നമ്മൾ സമ്മേഷൻ എഴുതിയിട്ട് നോക്കണം ഏത് വാല്യൂസിലാണ് ഇസഡിൻ്റെ ഏത് വാല്യൂസിലാണ് ഈ സീക്വൻസ് ഇൻഫിനിറ്റ് ആവുന്നത്. അതൊഴിച്ച് ബാക്കിയുള്ള എൻറ്റയർ പ്ലെയിൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിൻ്റെ ROC എന്ന് പറയുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ റിസൾട്ട്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു തേർഡ് ഇതായിട്ട് ഒരു എക്സാമ്പിൾ ഓഫ് എ ഡബിൾ സൈഡഡ് സിഗ്നലാണ് എടുക്കാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യനായിട്ട് സീക്വൻസ് ഫൈൻഡ് ദ Z transform of given x of n equals -1 1 2 the starting പൊസിഷനിൽ 1ലാണ്. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്കാണെങ്കിൽ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് x ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ദിസ് വിൽ ബി x ഈസ് ഈക്വൽ ടു -1 x ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മൾ ഡ്രോ ചെയ്യാണ്, ഗ്രാഫിക്കലി വരയ്ക്കുകയാണ്. 0 1 -1. 0ൽ എൻ്റെ വാല്യൂ 1, -1ൽ -1, 1ൽ 2. ഇതാണ് നമ്മളുടെ 0th പൊസിഷനാണ്. 0th പൊസിഷൻ്റെ കേസുണ്ട് ലെഫ്റ്റ് സൈഡിലേക്കും ഉണ്ട് റൈറ്റ് സൈഡിലേക്കും ഉണ്ട്. ഇത് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡബിൾ സൈഡഡ് സിഗ്നലാണ്. ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എഴുതും. എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് സമ്മേഷൻ n ഈക്വൽസ് -∞ എക്സ് ഓഫ് n ഇസഡ് റൈസ് ടു -n എഴുതും. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ എന്നിൻ്റെ വേരിയേഷൻ നോക്കുക. അപ്പോൾ ഇവിടെ പൊസിഷൻ എവിടെ നിന്നിട്ടേ ഉള്ളൂ? -1 to 1 വേരിയേഷനേ ഉള്ളൂ. അപ്പോൾ സമ്മേഷൻ n ഈക്വൽസ് ഇവിടെ നിന്നിട്ട് സ്റ്റാർട്ടിങ് -1 to 1 എക്സ് ഓഫ് n ഇസഡ് റൈസ് ടു -n. ഇനി ഓരോന്നിൻ്റെ വാല്യൂ എഴുതുക. എക്സ് ഓഫ് -1ൽ എൻ്റെ വാല്യൂ -1, എക്സ് ഓഫ് 0ൽ 1, എക്സ് ഓഫ് 1ൽ 2. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണ്. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഓഫ് -1 ഇസഡ് റൈസ് ടു -1 മൈനസ് പ്ലസ് ആവും ഇസഡ് റൈസ് ടു 1 പ്ലസ് എക്സ് ഓഫ് 0 ഇസഡ് റൈസ് ടു 0 പ്ലസ് എക്സ് ഓഫ് 1 ഇസഡ് റൈസ് ടു -1 വരും. നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എന്നിൻ്റെ വാല്യൂ സമ്മേഷൻ -1 to 1 എക്സ്പാൻഡ് ചെയ്ത് നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എക്സ് ഓഫ് -1 എക്സ് ഓഫ് 0 എക്സ് ഓഫ് 1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. -1 ഇസഡ് പ്ലസ് 1 ഇസഡ് റൈസ് ടു 0 1 ആണ് പ്ലസ് 2 ഇസഡ് റൈസ് ടു -1 വരും. എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു -z പ്ലസ് 1 പ്ലസ് 2 ഇസഡ് റൈസ് ടു -1 വരും. ഇതാണ് എക്സ് ഓഫ് ഇസഡ്. ഇനി ഇതിൻ്റെ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നത്? ROC ഫൈൻഡ് ഔട്ട് ചെയ്യണം. ROC ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇസഡിൻ്റെ വാല്യൂസ് കൊടുക്കും. അപ്പോൾ ഇസഡിന് സപ്പോസ് ഇസഡ് ഇസ് ഈക്വൽ നമ്മൾ 0 കൊടുക്കാമെന്ന് വെച്ചോ. 0 കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? അപ്പോൾ ഇതിനാണെങ്കിൽ -2 അല്ല -z പ്ലസ് 1 പ്ലസ് 2/z എന്ന് വരും. അപ്പോൾ ഇസഡിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് എക്സ് ഓഫ് ഇസഡ് എന്താവും? ഇൻഫിനിറ്റ് വാല്യൂ ആവും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇസഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുക. ഇൻഫിനിറ്റി കൊടുക്കുമ്പോഴും എന്ത് വരും? -z ബിക്കംസ് ഇൻഫിനിറ്റി ആവും. ഹോൾ ടേം അതായത് എക്സ് ഓഫ് ഇസഡ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് കൊടുത്താലും എക്സ് ഓഫ് ഇസഡിൻ്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? അതൊരു ഇൻഫിനിറ്റ് സീക്വൻസ് ആയിട്ട് മാറും. അപ്പോൾ നമ്മളുടെ ROC എന്ന് വെച്ചാൽ എന്തായിരിക്കും? ദോസ് വാല്യൂസ് എക്സെപ്റ്റ്
Z is equal to 0 and infinity will be the ROC of a double sided signal. അപ്പോൾ നമ്മൾ ROC എഴുതാൻ പോവുകയാണ്. ROC എന്തായിരിക്കും? ROC is entire Z plane except Z is equal to 0 and Z is equal to infinity. ഈ രണ്ട് വാല്യൂ ഇസഡിൻ്റെ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? എക്സ് ഓഫ് ഇസഡ് ബിക്കംസ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ ROC എക്സെപ്റ്റ് ദാറ്റ് ടു വാല്യൂസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഡബിൾ സൈഡ് സിഗ്നലിൻ്റെ കേസിൽ ROC എൻ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് Z is equal to 0 ആൻഡ് Z is equal to ഇൻഫിനിറ്റി എന്നുള്ളത്. ROCയുടെ 3 പ്രോപ്പർട്ടീസ് ഇൻ കേസ് ഓഫ് റൈറ്റ് സൈഡഡ്, ലെഫ്റ്റ് സൈഡഡ് ആൻഡ് ഡബിൾ സൈഡഡ് സിഗ്നൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോം, ലാപ്ലാസ് ട്രാൻസ്ഫോമും ഇസഡ് ട്രാൻസ്ഫോമും എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അതിന് മുമ്പായിട്ട് ഈ ഒരു ബേസിക് കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ എളുപ്പമാണ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു. ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ ലെഫ്റ്റ് സൈഡഡ് സിഗ്നലും റൈറ്റ് സൈഡഡ് സിഗ്നലും അതിൻ്റെ ROC എല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇപ്പോൾ ഫസ്റ്റ് ഒരു ചാർട്ട് പോലാണ് കമ്പാരിസൺ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇസഡ് ട്രാൻസ്ഫോം. ഇതിലൊരു റൈറ്റ് സൈഡഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്തു. അതായത് e−at u ആണ്. അതിൻ്റെ ട്രാൻസ്ഫോം 1/s+a കിട്ടും. അതിൻ്റെ റിയൽ ഓഫ് എസ് വാല്യൂ ROC വിൽ ബി ഗ്രേറ്റർ ദാൻ -a ആയിരിക്കും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം ചെയ്തതാണ്. ജസ്റ്റ് കമ്പാരിസൺ വേണ്ടി പറയുകയാണ്. അപ്പം എക്സ്പ്ലെയിൻ പ്ലോട്ട് ചെയ്തു. അതിൽ പോൾ വാല്യൂ -a മാർക്ക് ചെയ്ത്, എന്നിട്ട് ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലൽ ലൈൻ ആയിരിക്കും, പാരലൽ ടു ഇമാജിനറി ആക്സിസ് ആയിരിക്കും. അതുപോലെ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയതുകൊണ്ട് ROC വിൽ ബി റൈറ്റ് ടു ദ പാരലൽ പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിലും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റൈറ്റ് സൈഡഡ് സിഗ്നലാണ് a⁻n u(n) എന്ന് പറയുന്നത്. a⁻n u(n). നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ e−at u സ്റ്റാൻഡേർഡ് റൈറ്റ് സൈഡ് സിഗ്നൽ എടുത്ത പോലെ തന്നെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ കേസിൽ സ്റ്റാൻഡേർഡ് റൈറ്റ് സൈഡ് സിഗ്നലാണ് a⁻n u(n). കാരണം u(n) നമുക്ക് ഓൾറെഡി അറിയാം, n-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ വാല്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് വിൽ ബി എ റൈറ്റ് സൈഡ് സിഗ്നൽ. അതിൻ്റെ ട്രാൻസ്ഫോം നമ്മൾ എടുക്കുമ്പോൾ 1/1 - a z ഇൻവേഴ്സ് എന്ന് കിട്ടും. അതിൻ്റെ ROC വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ mod z ഗ്രേറ്റർ ദാൻ mod a എന്നുള്ള ആയിരിക്കും ROC വരുന്നത്. നമ്മൾ സിമിലർലി ഇവിടെ എസ് പ്ലെയിനിൽ ROC വരച്ചതുപോലെ ഇസഡ് പ്ലെയിനിൽ ROC വരയ്ക്കുകയാണ്. ഇസഡ് പ്ലെയിനിൽ ഫോർ എ റൈറ്റ് സൈഡഡ് സിഗ്നലിൽ. ഇപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു പ്ലെയിനിൻ്റെ റൈറ്റ് സൈഡിൻ്റെ പോർഷന് ഇറ്റ് വിൽ ബി മാപ്ഡ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ ഇസഡ് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ROC വരയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിഗ്മ j⍵ വരയ്ക്കും. അതുപോലെ ഈ a എന്നാണ് പോൾ വാല്യൂ എന്ന് പറയുന്നത്, പോൾ വാല്യൂ. അപ്പം അതിൻ്റെ റേഡിയസ് a വെച്ചിട്ട് ഒരു യൂണിറ്റ് സർക്കിൾ നമ്മൾ പ്ലോട്ട് ചെയ്യും. ഇസഡ് പ്ലെയിനാണ്. ഇവിടെ സിഗ്മ j⍵ ഡിജിറ്റൽ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ കേസിൽ ഈ റൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, ആ റൈറ്റ് പോർഷന് ഇറ്റ് വിൽ ബി മാപ്ഡ് ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ. അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഓർത്തിരിക്കണം. അതുപോലെ ഫോർ എ റൈറ്റ് സൈഡഡ് സീക്വൻസ് ROC വിൽ ബി ഔട്ട്സൈഡ് ദ യൂണിറ്റ് സർക്കിൾ പാസിങ് ത്രൂ പോൾ A. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. എന്തിൻ്റെ കേസിലാണ്? കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിൽ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ കൺസിഡർ ചെയ്യുന്നു. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. ഒരു സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ -e−at u(-t) ആണ്. അതിൻ്റെ ട്രാൻസ്ഫോം 1/s+a നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -a ആയിരിക്കും അതിൻ്റെ ROC എന്ന് പറയുന്നത്. അതായത് നമ്മൾ എക്സ്പ്ലെയിൻ വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരും? സിഗ്മ j⍵ എക്സ്പ്ലെയിന് പോൾ മാർക്ക് ചെയ്ത് -a പോൾ മാർക്ക് ചെയ്ത് j⍵ ആക്സിസിന് പാരലായിട്ടൊരു ലൈൻ വരച്ച് അതിൻ്റെ
ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും എന്തെന്ന് പറയുന്നത് ROC വരുന്നത്. ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് ആ ലൈനിന് റെഡ് ലൈനിന് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും എന്ത് വരുന്നത് അതിൻ്റെ ROC. ഇതാണ് നമ്മൾ ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ഇൻ CT കണ്ടിന്യൂസ് ടൈം സിസ്റ്റത്തിൽ. ഇതുപോലെ തന്നെ എന്തുണ്ട് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിനകത്തും എന്തുണ്ട് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ജനറലായിട്ടുള്ള എക്സ്പ്രഷനാണ് ഇപ്പോൾ -e⁻⁻ATU(-t)ക്ക് വേണ്ടി ഡിസ്ക്രീറ്റ് ഡൊമെയിനിൽ വരുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ് -b⁻n u(-n−1) എന്ന് പറയുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ u(-n−1) എന്ന് വെച്ച് കഴിഞ്ഞാൽ -1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റിലോട്ടുള്ള വാല്യൂസ് വരത്തുള്ളൂ. അപ്പോൾ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലെഫ്റ്റ് സൈഡഡ് സീക്വൻസ് ആണ്. അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ -b⁻n u(-n−1). നമ്മൾ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം അതുപോലെ Z ട്രാൻസ്ഫോം ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കാണെങ്കിൽ ഈ എക്സ്പ്രഷൻസ് അറിഞ്ഞിരുന്നാൽ എളുപ്പമുണ്ട് നമുക്കത് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അതുപോലെ അതിൻ്റെ ട്രാൻസ്ഫോം വാല്യൂ ആണ് 1/1 - BZ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. 1/1 - BZ ഇൻവേഴ്സ് വാല്യൂ അതിൻ്റെ ട്രാൻസ്ഫോം വാല്യൂ ആണ്. അതിൻ്റെ ROC എന്ന് വെച്ച് കഴിഞ്ഞാൽ (Z) (B) വാല്യൂ ആയിരിക്കും. B എന്ന് വെച്ച് കഴിഞ്ഞാൽ പോൾ വാല്യൂ ആയിരിക്കും. ROC വിൽ ബി (B) വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ ROC പ്ലോട്ട് ചെയ്തിരുന്നു. അത് ലെഫ്റ്റ് സൈഡാണെന്ന് പറഞ്ഞു. പിന്നെ അത് മാപ്പിംഗ് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിലെ പോർഷന് ഇറ്റ് വിൽ ബി മാപ്ഡ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ഇൻ Z ഡൊമെയിൻ. ഈ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ROCന് നമ്മൾ ഇസഡിലേക്ക് മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു യൂണിറ്റ് സർക്കിൾ വിത്ത് പോളായിരിക്കും. ഇവിടെ B ആണ് പോൾ വാല്യൂ. അതിൻ്റെ ഇൻസൈഡ് ആയിരിക്കും എന്ത് വരുന്നത് അതിനകത്ത് മാപ്പിംഗ് വരുന്നത്. കാരണം (Z) (B). ഇത് B ആണ്. ലെസ് മീൻസ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ (Z) ഗ്രേറ്റർ ദാൻ (A). അപ്പോൾ എയേക്കാളും വലിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ROC അതിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ. ഇനി നെക്സ്റ്റ് തേർഡ് കാറ്റഗറി ഡബിൾ സൈഡഡ് സിഗ്നലാണ്. അതിൻ്റെ കേസിൽ രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ടുള്ള ഇൻ്റർസെക്ഷൻ റീജിയൻ ആയിരിക്കും ROC വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പം പറയാം. ഇതിൻ്റെ കേസിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. കണ്ടിന്യൂസ് ഡൊമെയിനിൽ റൈറ്റ് സൈഡഡ് സിഗ്നലിൻ്റെത് അതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് Z ട്രാൻസ്ഫോമിൽ a⁻n u(n). നെക്സ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ROC, ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസ് Z ട്രാൻസ്ഫോമിൻ്റെ ROC. അതുപോലെ ലെഫ്റ്റ് സൈഡഡിൻ്റെ ജനറൽ എക്സ്പ്രഷൻ ഇൻ കണ്ടിന്യൂസ് ഡൊമെയിന് ഇൻ ഡിസ്ക്രീറ്റ് ഡൊമെയിന്. അതുപോലെ അതിൻ്റെ ROC പാർട്ട് ഇത് ലെഫ്റ്റ് സൈഡിൻ്റെ ലെഫ്റ്റ് ഓഫ് S പ്ലെയിൻ ആയിരിക്കും. ദാറ്റ് വിൽ ബി മാപ്ഡ് ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആൻഡ് (Z) വാല്യൂ വിൽ ബി (B). B ഈസ് ദ പോൾ. ROC വിൽ ബി ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ. ഈ ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇൻവേഴ്സ് Z ട്രാൻസ്ഫോം അതുപോലെ നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും സ്റ്റെപ്പ് റെസ്പോൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ഒക്കെ ഡിഫറെൻറ്റ് ROCs തരുമ്പോഴത്തേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഹൗ ടു ഫൈൻഡ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമാണ് ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ essay ടൈപ്പായിട്ട് നോർമലി ചോദിക്കാറുള്ളതാണ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസിലും കണ്ട ടൈപ്പാണ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. എക്സസ് തന്നിട്ടുണ്ട് 1/s+1 × s+2. അതിൻ്റെ x(t) ഫൈൻഡ് ഔട്ട് ചെയ്യണം. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫോർ വേരിയസ് ROCs തന്നിട്ടുണ്ട്. റിയൽ ഓഫ് s ഗ്രേറ്റർ ദാൻ -1, റിയൽ ഓഫ് s ലെസ് ദാൻ -2, ബിറ്റ്വീൻ -2 ആൻഡ് -1. അങ്ങനെ ഡിഫറെൻറ്റ് ROCs തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഈ സിഗ്നലിൻ്റെ x(t) ഫൈൻഡ് ഔട്ട് ചെയ്യണം യൂസിങ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 3 കേസസ് ഉണ്ട്. സോ ഓരോ കേസായിട്ട് ചെയ്യണം. ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതുക. x(s) = 1/s+1 × s+2. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർഷ്യൽ ഫ്രാക്ഷനാണ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്നതിന് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ x(s) = എന്ത് വരും? a/s+1 + b/s+2 വരും. ഇനി എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം.
അപ്പോൾ എ ഈക്വൽ ടു ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. പാർഷ്യൽ ഫ്രാക്ഷനിൽ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് അതിൻ്റെ കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയിൻ്റെ ആണ് വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ s+1 എടുക്കുക ഇൻറ്റു നമ്മളുടെ x(s). ഇവിടെ 1 ഡിവൈഡ് ബൈ s+1 ഇൻറ്റു s+2, 1 ഡിവൈഡ് ബൈ s+1 s+2 അറ്റ് s = -1 ആയിരിക്കും എടുക്കേണ്ടത്. അങ്ങനെ അതിപ്പോൾ ഈ s+1ഉം s+1ഉം കട്ട് ചെയ്ത് പോകും. എസ്സിന് നമ്മൾ -1 കൊടുക്കുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 1. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എയുടെ കാണണമെങ്കിൽ s+1 അതിൻ്റെ ഡിനോമിനേറ്റർ എടുക്കുക ഇൻറ്റു x(s) അറ്റ് s = ഇപ്പോൾ s+1ൻ്റെ നമ്മൾ ഫൈൻഡ് ചെയ്യണം, എൻ്റെ s = -1 എടുക്കണം. അതുപോലെ സിമിലർലി നമുക്ക് എന്തിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി ബിയുടെ ഡിനോമിനേറ്റർ എടുത്തു, s+2 എടുത്തു ഇൻറ്റു xs അറ്റ് s = എന്തായിരിക്കും, -2 ആയിരിക്കും. b equal to s+2 into x(s), that is 1 divided by s+1 into s+2 at s = -2 ആയിരിക്കും. അത് s+2 ക്യാൻസൽ ചെയ്ത് പോകും. -2 കൊടുക്കുമ്പോഴത്തേക്ക് ബിയുടെ വാല്യൂ വിൽ ഗെറ്റ് ആസ് -1. എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ്, വേറെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഏത് മെത്തേഡാണോ അത് വെച്ചിട്ട് എയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്ത് ഇവിടെ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് x(s) = 1/s+1 പ്ലസ് ബിയുടെ വാല്യൂ -1 ആയിരുന്നു, -1 ഡിവൈഡ് ബൈ s+2 എന്ന് എടുത്ത്. ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫസ്റ്റ് കേസ്, വി ഹാവ് ടു ഫൈൻഡ് x(t) ഫോർ ROC റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1. ഈ കേസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അണ്ടർ കേസ് 1 റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് സിഗ്നലായിരിക്കും, നമ്മൾ നേരത്തെ ഒരു ചാർട്ടോട് വരച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ റൈറ്റ് സൈഡഡ് സിഗ്നലായിരിക്കും. ഓക്കെ, അവിടെ എഴുതിയിരിക്കുന്നത് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ -1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോൾ വാല്യൂ ആണ്. ഓക്കെ, ഇറ്റ് വിൽ ബി എ റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. ഇപ്പോൾ റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ ജനറൽ ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ്, e⁻⁻t u(t) ആണ് അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എക്സസിൻ്റെ x(t) ഫൈൻഡ് ഔട്ട് ചെയ്യണം ഫോർ ദ കേസ് ഓഫ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. അപ്പോൾ ഇതിനകത്ത് e⁻⁻t u(t) ഈ ഒരു ജനറൽ ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യും. അപ്പോൾ എക്സസിൻ്റെ ഇൻവേഴ്സ് x(t) ഈക്വൽസ് 1/s+1ൻ്റെ നമുക്കറിയാം ലാപ്ലാസ് ഇൻവേഴ്സ് e⁻⁻t ആണ്. 1/s+aയുടെ e⁻−at പറയുന്ന പോലെ ഇത് വരുമ്പോഴത്തേക്കും എന്ത് വരും, 1/s+1ൻ്റെ e⁻−t വരും. ഇനി ഇവിടെ റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് u(t), e⁻−t u(t) കിട്ടി. ഇനി നെക്സ്റ്റ് -1 ഇൻറ്റു ഇനി 1/s+2ൻ്റെ എന്ത് വരും, e⁻²t എന്ന് വരും, e⁻²t. റൈറ്റ് സൈഡ് ആയതുകൊണ്ട് എന്ത് വരും, ഇൻറ്റു u(t) വരും. ഇങ്ങനെയാണ് ഫസ്റ്റ് കേസിൻ്റെ അതിൻ്റെ ഇൻവേഴ്സ് x(t) എഴുതുന്നത്. ഒന്നുകൂടെ പറയാം, x(s)ൻ്റെ x(t), 1/s+1ൻ്റെ ഇൻവേഴ്സ് e⁻−t, റൈറ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് u(t) കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം e⁻−t u(t) ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് റൈറ്റ് സൈഡ് സിഗ്നലിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഇനി -1 ഇവിടെ എഴുതി, ബാക്കി റിമൈനിങ് എന്തുണ്ട്, 1 ഡിവൈഡ് ബൈ s+2, 1 ഡിവൈഡ് ബൈ s+2ൻ്റെ എന്ത് വരും, e⁻²t വരും ഇൻറ്റു u(t) വരും. ഓക്കെ, ഇനി അതിൻ്റെ ROC വരയ്ക്കുകയാണ്. ROC വരുമ്പോഴത്തേക്ക് ഓൾറെഡി പറഞ്ഞ് നമ്മൾ എക്സ്പ്ലെയിൻ വരയ്ക്കും, സിഗ്മ jω പ്ലോട്ട് ചെയ്യും. ഇനി ഇതിനകത്ത് ഇതിൻ്റെ പോൾ വാല്യൂസ് എഴുതും. ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 ആണ് പോൾ വാല്യൂ. ഇതിൻ്റെ കേസിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ തൊട്ട് s = -1 കിട്ടും. ഇതിൻ്റെ കേസിൽ s = -2 കിട്ടും. അപ്പോൾ ഇവിടെ -1, ഇത് jω പ്ലെയിനാണ്, ഇതാണ് 0 പ്ലെയിൻ വരുന്നത്. -1 നമ്മൾ വരച്ചു. അടുത്തത് പോൾ വാല്യൂ പ്ലോട്ട് ചെയ്ത്, സെക്കൻഡ് -2 പോൾ വാല്യൂ പ്ലോട്ട് ചെയ്ത്. ഇനി എന്താ പറയുക, റിയൽ ഓഫ് എസ് വാല്യൂ ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ -1 കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യും, ആ പാരലൈൻ വരയ്ക്കുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് റിയൽ ഓഫ് എസ് വാല്യൂ ഗ്രേറ്റർ ദാൻ -1, -1ന് ഗ്രേറ്റർ ദാൻ വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്ത് സൈഡിലോട്ട് വരും, റൈറ്റ് സൈഡിലേക്ക് വരും. -1നേക്കാളും ഗ്രേറ്റർ ദാൻ വാല്യൂ ആണ് ROC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ റൈറ്റ് സൈഡ് സിഗ്നലിൽ എന്തായിരിക്കും, റൈറ്റ് മോസ്റ്റ് പോളിൻ്റെ റൈറ്റ് സൈഡിലോട്ടുള്ള റീജിയൻ ആയിരിക്കും അതിൻ്റെ ROC എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫസ്റ്റ് കേസിൻ്റെ ആൻസറും അതിൻ്റെ ROCയും. ഇനി സെക്കൻഡ് കേസ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2 എന്ന് വന്നിരിക്കുന്നത് സെക്കൻഡ് കേസ്. അപ്പോൾ ലെസ് ദാൻ -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിസൾട്ട് വെച്ചിട്ട് റിയൽ ഓഫ് എസ്
റിയൽ ഓഫ് എസ് ലെസ് ദാൻ വാല്യൂ എന്ന് കഴിഞ്ഞാൽ അതെന്തിന് എക്സാമ്പിൾ ആയിരിക്കും, ലെഫ്റ്റ് സൈഡ് സിഗ്നൽ എക്സാമ്പിൾ ആയിരിക്കും. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ മൈനസ് ഇ റേസ് ടു മൈനസ് 8 യു ഓഫ് ടി ആ ഫോം ആയിരിക്കും. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2 എന്ന് വന്നിട്ടുണ്ട്. -2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ആൻ എക്സാമ്പിൾ ഓഫ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമുക്കറിയാം മൈനസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് മൈനസ് ടി ആണ്. മൈനസ് ടി എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി എന്തായിട്ട് വരും, അത് ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അതാണ് അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ എക്സസ് ഉണ്ടല്ലോ, എക്സസിൻ്റെ എക്സ്പ്രഷൻ എഴുതാൻ പോവുകയാണ്. എക്സസിൻ്റെ വാല്യൂ 1/s+1 പ്ലസ് -1/s+2 ആണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് രണ്ടും എന്താണ്, ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ഓക്കെ, ഞാനിവിടെ എക്സസ് ഒന്നും കൂടെ എഴുതാം. എക്സ് ഓഫ് എസ് ഈക്വൽസ് 1/s+1 പ്ലസ് -1/s+2 ആണ്. ഓക്കെ, ഇനി 1/s+1ൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഇ റേസ് ടു മൈനസ് ടി ആയിരിക്കും. 1/s+1ൻ്റെ ഇ റേസ് ടു മൈനസ് ടി ആയിരിക്കും. ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നലാണ്, ഇവിടെ ഒരു മൈനസ് വരും, യു ഓഫ് മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സെക്കൻഡ് 1/s+2ൻ്റെ എന്ത് വരും, ഇ റേസ് ടു -2t വരും. ഇവിടെ ഒരു മൈനസ്, ഇതിൻ്റെ ഒരു മൈനസ് കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് ആവും, പിന്നെ യു ഓഫ് മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് സെക്കൻഡ് കേസിൻ്റെ എന്തെന്ന് പറയുന്നത്, ലാപ്ലാസ് ഇൻവേഴ്സ് ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. എന്നൂടെ പറയാം, എക്സ് ഓഫ് എസിന് എക്സ് ഓഫ് ടി, 1/s+1 ഇ റേസ് ടു മൈനസ് ടി, ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആണെങ്കിൽ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്യണം, യു ഓഫ് മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് നെക്സ്റ്റ് വരുമ്പോൾ 1/s+2ൻ്റെത് ഇ റേസ് ടു -2t വരും. ഈ ഒരു മൈനസ് ഇവിടുത്തെ ഒരു മൈനസ് കൊണ്ട് പ്ലസ് ആവും, ഇൻറ്റു യു ഓഫ് മൈനസ് ടി. ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ ഫോർ എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. സെക്കൻഡ് കേസ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2 കേസ് വരുന്നത്. ഇനി അതിൻ്റെ ROC നമ്മൾ വരയ്ക്കാനാണെങ്കിൽ എക്സ്പ്ലെയിൻ വരയ്ക്കുക, സിഗ്മ ജെ ഒമേഗ, എന്നിട്ട് അതിൻ്റെയും പോൾ വാല്യൂസ് എഴുതുക. പോൾ വാല്യൂസ് എന്ത് വരും, s = -1, s = -2. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ഇക്വേറ്റ് ടു 0 കിട്ടുന്നതാണ് പോൾ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം -1 പോളുണ്ട്, -2 പോളുണ്ട്. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ROC ഈക്വൽസ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ -2 ലെസ് ദാൻ വാല്യൂ. എപ്പോഴും ROC വരുന്നത് ഈ ജെ ഒമേഗ ആക്സിസിന് പാരലായിട്ടൊരു സ്ട്രിപ്പ് ആയിരിക്കും. ഇത് ലെസ് ദാൻ -2 എന്ന് പറയുമ്പോഴത്തേക്ക് ഏത് സൈഡിലോട്ടേ പോകത്തുള്ളൂ, ലെഫ്റ്റ് സൈഡിലേക്കേ പോകത്തുള്ളൂ. ലെഫ്റ്റ് സൈഡ് സിഗ്നലാണെങ്കിൽ അതിന് ലെഫ്റ്റ് സൈഡിലോട്ടേ പോകത്തുള്ളൂ. ഇവിടെ 2 ലെസ് ദാൻ -2 വന്നുകൊണ്ട് -2ൻ്റെ ലെസ് ദാൻ പാർട്ടേ പോകത്തുള്ളൂ. അതാണ് അതിൻ്റെ കേസിൽ ROC. അപ്പോൾ ഇത് സെക്കൻഡ് കേസിൽ എൻ്റെ റിസൾട്ട് അതിൻ്റെ ROC ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ROC ബിറ്റ്വീൻ -2 ആൻഡ് -1. മൂന്നാമത്തെ കേസ് ഇത് എസ്ഐ ടൈപ്പ് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ കേസ് 3 ആണ്, -2 ലെസ് ദാൻ റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1 എന്നുള്ളത്. നമുക്കിതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1 എന്ന് എഴുതാം. ഇതിൻ്റെ കേസിൽ എങ്ങനെ എഴുതാം, റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് എഴുതാം. അപ്പോൾ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ, ദിസ് വിൽ ബി എക്സാമ്പിൾ ഓഫ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. നിങ്ങൾ നോക്കണം ഏതൊക്കെയാണ് ലെഫ്റ്റ് റൈറ്റ് എന്നുള്ളത്. ഇതിൻ്റെ റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 ആണ് ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ, റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1 ആണ് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി അറിയാം എന്താ എക്സ് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ഓഫ് എസ് = 1/s+1 പ്ലസ് -1/s+2 ആണ്. ഇതിനകത്ത് റിയൽ ഓഫ് എസ് വാല്യൂ മൈനസ് ഇതെടുക്കുക, ഇ റേസ് ടു ഇതെങ്ങനെ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേമാണ് എടുക്കുന്നത്. അതായത് റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 എടുക്കുന്നത്. റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ -2 എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി റൈറ്റ് സൈഡ് സിഗ്നലാണ്. റൈറ്റ് സൈഡ് സിഗ്നൽ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് വരുന്നത്, ഇ റേസ് ടു -8 യു ഓഫ് ടി ആണ്. അപ്പം ഇ റേസ് ടു ഇതിവിടെ 2ൻ്റെ അല്ല, അപ്പോൾ ഇതാണ് ടേം. അപ്പോൾ ഇ റേസ് ടു -2t യു ഓഫ് ടി, ദാറ്റ് ഈസ് ദ റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഇവിടെ 1/s+2 2 പോൾ നോക്കുക, ഇതിൻ്റെ ROC നോക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ടേം ആയിട്ട് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് വരുമ്പോഴത്തേക്ക് 1/s+1 അതിൻ്റെ ഇ റേസ് ടു -t വരും. അതെന്താണ് ലെഫ്റ്റ് സൈഡ് സിഗ്നലാണ്. ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആകുമ്പോഴത്തേക്ക് നമ്മൾ -ഇ റേസ് ടു -t യു ഓഫ് -t അത് വെച്ചിട്ട് എഴുതണം. അപ്പോൾ എന്ത് വരും, 1/s+1ൻ്റെത് ഇ റേസ് ടു -t വരും, പിന്നെ ഒരു മൈനസ് ഇവിടെ വരും, യു ഓഫ് -t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഒന്നുകൂടെ പറയാം,
ഇതിപ്പം ഡബിൾ സൈഡഡ് സിഗ്നലാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്ത് റീജിയൻ ഓഫ് കൺവേർജൻസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കേസിൽ ഗ്രേറ്റർ ദാൻ -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡഡ് വരും, ഒരെണ്ണം ലെസ് ദാൻ -1 വന്നപ്പം പോൾ വാല്യൂ വന്നപ്പം ഇത് ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ റൈറ്റ് സൈഡ് എഴുതാൻ പോവുക. അപ്പോൾ ഇവിടെ പോൾ വാല്യൂ -2 വരുന്ന കേസാണ്. അപ്പോൾ ഇതാണ് പോൾ വാല്യൂ -2 വരുന്നത്. അതെന്തായിട്ട് എഴുതണം? റൈറ്റ് സൈഡായിട്ട് എഴുതണം. റൈറ്റ് സൈഡ് മീൻസ് e⁻⁻⁸ u(t). അപ്പോൾ ഇവിടെ 1/s+2 e⁻⁻2t റൈറ്റ് സൈഡ് ആണെങ്കിൽ u(t) വന്നു. ഇനി സെക്കൻഡ് റിയൽ ഓഫ് എസ് ലെസ് ദാൻ -1 ആണ്. ലെസ് ദാൻ -1 ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈ 1/s+1 എന്തായിട്ട് എഴുതും? e⁻⁻t എഴുതും. ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ഒരു മൈനസ് മൾട്ടിപ്ലൈ ചെയ്യും, ദെൻ u(t) മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്രഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എസ് പ്ലെയിൻ എഴുതി ഇവിടെ പോൾ വാല്യൂസ് എഴുതി. പോൾ വാല്യൂസ് ഏതൊക്കെയാണ്? പോൾ വാല്യൂസ് -1 -2 പാരലൽ സ്ട്രിപ്പ് വരച്ചു. അതിൽ -1 ലെസ് ദാനാണ്. അപ്പോൾ -1 ലെസ് ദാൻ വാല്യൂസ് വരും. അതുപോലെ -2 ഗ്രേറ്റർ ദാൻ വാല്യൂസ് വരും. ഒന്ന് ലെഫ്റ്റ് സൈഡിലോട്ടും ഒന്ന് റൈറ്റ് സൈഡിലോട്ടും വരും. അപ്പോൾ ഇതിൻ്റെ ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് ആയിരിക്കും അതിൻ്റെ ROC ആയിട്ട് വരുന്നത്. അതായത് -1 പോളിൻ്റെ ലെസ് ദാൻ വാല്യൂ റീജിയനും അതുപോലെ -2 റീജിയൻ്റെ ഗ്രേറ്റർ ദാൻ റീജിയൻ, രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് വരുന്നതായിരിക്കും ഇതിൻ്റെ ROC. ഇതാണ് അതിൻ്റെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ലാപ്ലാസ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫോർ വേരിയസ് ROCs. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ ഇമ്പൾസ് റെസ്പോൺസ്, സ്റ്റെപ്പ് റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ROCയും അതിൻ്റെ ഇൻവേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിളാണ്. ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. ഇതേ മെത്തേഡ് തന്നെ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം എങ്ങനെയാണ് 3 ROCയുടെ കേസിൽ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. ഇത് മൊഡ്യൂൾ 6 മൊഡ്യൂൾ 5 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. ഫൈൻഡ് ദ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് x of z equals 3z inverse divided by 1 - z inverse into 1 - 2z inverse. നേരത്തെ പോലെ തന്നെ ഇവിടെ z വെച്ചിട്ടുള്ള 3 കണ്ടീഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ മെത്തേഡിലേക്ക് പോകാം. കമ്പാരിറ്റീവ്ലി സെയിം തന്നെ, കുറച്ച് ഡിഫറൻസസ് ഉള്ളൂ. ഹൈലൈറ്റ് ചെയ്ത് പറയാം. ഫസ്റ്റ് എന്ത് ചെയ്താൽ അതിൻ്റെ x(z) തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ x(z) എക്സ്പ്രഷൻ എഴുതി. അതിനെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഫോം, ഇസഡിൻ്റെ പവർ പോസിറ്റീവ് വരുന്ന രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും? ഒരു z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും. അപ്പോഴത്തേക്ക് എന്ത് കിട്ടും? ഇസഡിൻ്റെ പവർ പോസിറ്റീവായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് മൾട്ടിപ്ലൈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ബൈ z². അപ്പം ഗിവൺ ക്വസ്റ്റ്യൻ x(z) ബിക്കംസ് 3z ഡിവൈഡ് ബൈ z-1 ഇൻറ്റു z-2. ഇനി ഇതിനകത്ത് z ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എപ്പോഴും ഓർക്കണം നമ്മൾ x(z) ബൈ z എടുക്കണം. കാരണം അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് x(z) ബൈ z എടുത്തെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇപ്പോൾ z/z-1 ആ ഫോമിലേറ്റൊക്കെ നമുക്ക് കമ്പയർ ചെയ്ത് ഇൻവേഴ്സ് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എപ്പോഴും z ട്രാൻസ്ഫോം എടുക്കുമ്പോഴത്തേക്ക് എന്ത് കൊടുക്കണം? ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ വെറുതെ എക്സസ് എന്ന് എടുത്താൽ മതി. പക്ഷേ z ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് z ട്രാൻസ്ഫോം എടുക്കുമ്പം ഇത് മറക്കരുത്, x(z) ബൈ z എടുക്കണം. അപ്പോൾ x(z) ബൈ z ബൈ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഡിനോമിനേറ്റർ എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു z എക്സ്ട്രാ ഡിവൈഡ് ചെയ്ത് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ അത് മറക്കരുത്. x(z) ബൈ z എടുത്ത് ഈക്വൽ ടു എന്ത് കിട്ടി? 3 ഡിവൈഡ് ബൈ z-1 ഇൻറ്റു z-2 എന്ന് കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? പാർഷ്യൽ ഫ്രാക്ഷൻ എടുത്തു. a ബൈ z-1 പ്ലസ് b ബൈ z-2 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എയുടെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? z-1 ഇൻറ്റു xz ബൈ z അറ്റ് z=1 എടുക്കണം. അപ്പോൾ ഇതിൻ്റെ എയിൻ്റെ ആണോ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്റർ എന്ത് വരുന്നോ അതേ ഇൻറ്റു നമ്മളുടെ x(z) ലെഫ്റ്റ് സൈഡിലുള്ള ഫാക്ടർ x(z) ബൈ z അറ്റ് z=1. ഇവിടെ x(z) ബൈ z അതിൻ്റെ ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് z-1 കൊടുത്ത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. z-1 വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടും?
ഇവിടെ ഡിനോമിനേറ്ററിൽ -1 വരും. അപ്പം -3 എന്നുള്ള ആൻസർ കിട്ടും എയുടെ വാല്യൂ. അതുപോലെ ബിയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ബിയുടെ ഡിനോമിനേറ്റർ എടുക്കുക, z-2 ഇൻറ്റു xz/z എടുക്കുക, അറ്റ് z 2 ആയിരിക്കും. ഇതിൻ്റെ ഏതാണോ അറ്റ് z അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്ത് x(z/z) സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് z-1 z- ക്യാൻസൽ ചെയ്ത് പോകും. 2ൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ ആൻസർ ഓഫ് ബി ആസ് +3 എന്ന് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ -aയുടെയും ബിയുടെയും വാല്യൂ x(z/z) നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എയുടെയും ബിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? ഈ xz/z ആണല്ലോ ഇതെന്നുള്ളത്. അപ്പോൾ xz എന്ന് വെച്ചാൽ എന്താണ്? ഈ z നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം -3 z/z-1 +3 ഇൻറ്റു z/z-2 എന്ന് കിട്ടും. ഇസഡിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഒരു സ്റ്റെപ്പായി. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് 3 ഡിഫറെൻറ്റ് ROCs വന്നിട്ടുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് x(n) ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ കേസ് 1 എടുത്ത് ROC വാല്യൂ mod z ഗ്രേറ്റർ ദാൻ -2 എന്ന് വന്നു. mod z ഗ്രേറ്റർ ദാൻ -2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഇറ്റ് വിൽ ബി എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആയിരിക്കും. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? a⁻n u(n) എന്നായിരിക്കും സ്റ്റാൻഡേർഡ് ഫോം. mod z വാല്യൂ ഗ്രേറ്റർ ദാൻ -2. നമ്മൾ ആ ഒരു ചാർട്ട് ആദ്യമേ പഠിച്ചില്ലേ, അതിനകത്ത് ഉണ്ട് mod z വാല്യൂ ഗ്രേറ്റർ ദാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ റൈറ്റ് സൈഡഡ് സിഗ്നൽ ആൻഡ് ജനറൽ എക്സ്പ്രഷൻ വിൽ ബി a⁻n u(n) ആയിരിക്കും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതിനകത്തേക്ക് അത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. എക്സ് ഇൻവേഴ്സ് എഴുതാൻ പോവുക. കേസ് 1ൻ്റെത് x(z) വരെ എന്ത് വരും? x(n) വരും. -3 അതുപോലെ എഴുതി. z/z-1ൻ്റെ എന്ത് വരും? ഇത് 1(n) u(n) വരും. അടുത്തത് 3 അതുപോലെ എഴുതുക. ഇത് z/z-a(b) ആണ്. അപ്പോൾ ഈ ടേം എഴുതുക, 2(n) u(n) വരും. അതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. അതായത് a(n) u(n) വരും. ഇതിൽ a എന്ന് പറയുന്നത് ഈ വരുന്ന ടേംസാണ്. a എന്ന് പറയുന്നത് മൈനസ് നോക്കണ്ട, അല്ലാതെ വരുന്ന ടേംസാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. കേസ് 1ൽ mod z ഗ്രേറ്റർ ദാൻ 2 ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ച് വെക്കുക. a⁻n u(n) ആണ്. ഇനി ഇൻവേഴ്സ് എഴുതാൻ പോവുക. x(z)ൻ്റെത് x(n) -3 അതുപോലെ എഴുതി. ഇവിടെ ഇതിൻ്റെ കേസിൽ a1 ആണ്. 1(n) u(n) സിൻസ് ഇറ്റ് ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. അടുത്ത് പ്ലസ് എഴുതി. 3 അതുപോലെ എഴുതി. ഇവിടെ a എന്താ? 2 ആണ്. 2(n) u(n) എഴുതി. അപ്പോൾ ഇതാണ് അതിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? അതിൻ്റെ ROC എഴുതണം. ROC എഴുതാൻ വേണ്ടി നമ്മൾ Z പ്ലെയിൻ വരയ്ക്കണം. Z പ്ലെയിൻ വരച്ചിട്ട് പോൾ വാല്യൂസ്, ഇവിടെ പോൾ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? ഡിനോമിനേറ്റർ ഇക്വൽ ടു 0. അപ്പം z-1 = 0 എന്ന് പറയുമ്പോൾ z = 1 ഒരു പോൾ വരും. അതുപോലെ z-2 = 0 എന്ന് പറയുമ്പോൾ z = 2 ഒരു പോൾ വരും. നമ്മൾ 1ഉം 2 ആണ് പോൾ, അത് മാർക്ക് ചെയ്ത് 1ഉം 2ഉം പോൾ മാർക്ക് ചെയ്ത് എന്നിട്ട് ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. ആ പോളിൽ കൂടെ പാസ് ചെയ്യുന്ന 2 യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. അപ്പോൾ ഒരെണ്ണം 1ൽ കൂടെ പാസ് ചെയ്യുന്ന യൂണിറ്റ് സർക്കിൾ, സെക്കൻഡ് 2ൽ കൂടെ പാസ് ചെയ്യുന്ന യൂണിറ്റ് സർക്കിൾ. ഇനി ഇതിനകത്ത് എന്താണ്? റിയൽ ഓഫ് എസ് ഗ്രേറ്റർ ദാൻ 2 ആണ്. 2വിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണ് അതിൻ്റെ റിയൽ ഓഫ് എസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? ഔട്ട് സൈഡ് ദ യൂണിറ്റ് സർക്കിൾ വരും. അതിൽ ഓൾറെഡി നമ്മൾ മറ്റേ ചാർട്ട് വെച്ച് പഠിച്ചതാണ്. എന്തായിരിക്കും? ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ROC വിൽ ബി ഔട്ട് സൈഡ് ദ പോൾ, ഔട്ടർ മോസ്റ്റ് പോളിൻ്റെ ഔട്ട് സൈഡ് ആയിരിക്കും പോൾ വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ എന്ത് വരും? ROC എന്ത് വരും? 2വിനേക്കാൾ ഗ്രേറ്റർ ദാൻ വാല്യൂ അല്ലെങ്കിൽ ഔട്ട് സൈഡ് വാല്യൂ വരും കേസ് 1ൻ്റെ കേസിൽ. ഇനി സെക്കൻഡ് എന്ത് എഴുതുക? കേസ് 2. കേസ് 2 എന്ന് വെച്ചാൽ ക്വസ്റ്റിനകത്തുണ്ട് കേസ് 2 mod z ലെസ് ദാൻ 1 ആണ്. mod z ലെസ് ദാൻ 1 മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ലെഫ്റ്റ് സൈഡഡ് സിഗ്നലിൻ്റെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് -b(n) u(-n-1). അപ്പോൾ ഇതിനാണെങ്കിൽ നമ്മൾ കോസൽ സിഗ്നൽ എന്നും പറയും. ലെഫ്റ്റ് സൈഡിനെ നമ്മൾ നോൺ കോസൽ എന്നും പറയും. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. കോസൽ നോൺ കോസൽ ആയിരിക്കും. കോസൽ മീൻസ് റൈറ്റ് സൈഡഡ് ആൻഡ് നോൺ കോസൽ മീൻസ് ലെഫ്റ്റ് സൈഡഡ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡഡിൻ്റെ ജനറൽ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് -b(n) u(-n-1) ആണ് ജനറൽ എക്സ്പ്രഷന്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതണം. നമ്മളുടെ x(z) നമുക്കുണ്ട്. x(z) എന്തായിരുന്നു? -3 z/z-1 +3 × z/z-2 എന്നാണ്. ഓക്കെ, ഇനി
എക്സ് സെഡിൻ്റെ ഇൻവേഴ്സ് എന്ത് വരും? എക്സ് ഓഫ് എൻ വരും, എക്സ് ഓഫ് എൻ വരും. ഇനി നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യുക, ഈ ജനറൽ എക്സ്പ്രഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പം ഇതൊരു ലെഫ്റ്റ് സൈഡ് സിഗ്നൽ ആയതുകൊണ്ട് എന്തൊരു മൈനസ് വരും. അപ്പോൾ ഈ മൈനസും കൂടെ +3 എന്ന് വന്ന് പിന്നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യം ഇവിടെ 1⁻n എന്ന് പറയും, b⁻n, b ഇവിടെ 1 ആണ്, 1⁻n ഇൻറ്റു u ഓഫ് -n -1 എന്ന് വരും. ഫസ്റ്റ് എക്സ്പ്രഷൻ കിട്ടി. ഇനി സെക്കൻഡ് ഇതല്ലേ ടേം, അവിടെ എന്ത് ചെയ്യണം? ഈ മൈനസ് മൾട്ടിപ്ലൈ ആണ്, മൈനസ് വന്നു 3 ഇൻറ്റു b⁻n, ഇവിടെ b എത്ര? 2 ആണ്, 2⁻n u ഓഫ് -n -1. ഇതാണ് അതിൻ്റെ കേസിൽ അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണ്, റിയൽ ഓഫ് ഇസഡ് <1 ആയതുകൊണ്ട് ഇപ്പോൾ ഈ ജനറൽ എക്സ്പ്രഷൻ ഓർത്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? അതിന് ഇൻവേഴ്സ് എഴുതണം. എക്സ് ഓഫ് ഇസഡ് ഇൻവേഴ്സ് എക്സ് ഓഫ് എൻ, ഇവിടെ +3 വന്നു വെച്ചാൽ ഈ മൈനസും ഈ ലെഫ്റ്റ് സൈഡിന് ഒരു മൈനസ് ഉണ്ട് ജനറലിനകത്ത്, അപ്പോൾ ആ മൈനസ് കൊണ്ട് പ്ലസ് ആയി 3, ഇവിടെ b1 ആണ്, 1⁻n ഇൻറ്റു u ഓഫ് -n -1, സിൻസ് ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. ഇനി അടുത്തത് എന്തൊരു മൈനസ് ഇവിടെ വരും, 3 വരും, ഇവിടെ b എന്ന് വെച്ചാൽ 2⁻n ആണ്, ഇപ്പോൾ 2b എന്ന് വെച്ചാൽ 2 ആണ്, 2⁻n u ഓഫ് -n -1 എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ROC വരയ്ക്കുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇസഡ് പ്ലെയിൻ എടുക്കുക, ഇസഡ് പ്ലെയിൻ എടുത്തിട്ട് പോൾ വാല്യൂസ് എവിടെയൊക്കെ വരുന്നത് 1ലും 2ലും പോൾ വാല്യൂസ് എടുക്കുക, ആ പോൾ കൂടെ ഒരു യൂണിറ്റ് സർക്കിൾ പ്ലോട്ട് ചെയ്യുക, 1ൻ്റെയും 2ൻ്റെയും യൂണിറ്റ് സർക്കിൾ പ്ലോട്ട് ചെയ്യുക. ഇവിടെ ROC എന്ന് വെച്ചാൽ <1 ആണ്, അപ്പോൾ ഇതാണ് 1 വാല്യൂ. <1 എന്ന് പറയുമ്പോൾ ഈ ഒരു റീജിയനെ വരത്തുള്ളൂ, <1 റീജിയൻ എന്ന് വെച്ചാൽ ഈ ഒരു റീജിയനെ വരത്തുള്ളൂ. അപ്പോൾ അതായിരിക്കും അതിൻ്റെ ROC ആയിട്ട് വരുന്നത്, മോഡ് Z <1. അത് അല്ലെങ്കിൽ തന്നെ ലെഫ്റ്റ് സൈഡ് സിഗ്നലിൽ എപ്പോഴും എന്തായിരിക്കും? ഇൻസൈഡ് ദ യൂണിറ്റ് സർക്കിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ നമ്മൾ തേർഡ് കേസ് ബിറ്റ്വീൻ we have to find inverse Z ട്രാൻസ്ഫോം ബിറ്റ്വീൻ 1 <mod Z 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? മോഡ് Z <2 എന്നും മോഡ് Z > 1 എന്നും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് ലെഫ്റ്റ് സൈഡിൻ്റെ ആയിരിക്കും, സെക്കൻഡ് റൈറ്റ് സൈഡിൻ്റെ ആയിരിക്കും. അപ്പം ഇതിൻ്റെ കേസിൽ നമ്മളുടെ എക്സ് ഓഫ് ഇസഡ് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഓഫ് ഇസഡ് വാല്യൂ -3 Z -1 +3 ഇൻറ്റു Z -2 എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ 1 വരുന്നത് എന്താണ്? റൈറ്റ് സൈഡിലാണ് 1 വരുന്നത്, റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിൻ്റെ നമ്മൾ എന്തായിരുന്നു വന്നാൽ a⁻n u ഓഫ് n ആയിരുന്നു സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ -3 വരും, എത്ര 1, അപ്പോൾ 1⁻n u ഓഫ് n. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ഇൻവേഴ്സ് എഴുതി. ഇനി നെക്സ്റ്റ് 2 വരുന്നത് എന്താണ്? ലെഫ്റ്റ് സൈഡ് സിഗ്നലാണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ എന്താ? -b⁻n u ഓഫ് -n -1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ വരും? പ്ലസ് ഈ മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 2⁻n u ഓഫ് -n -1 എന്ന് വരും. ഇത് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നലാണ്. ഇതിൽ ആദ്യമേ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്ന് ലെഫ്റ്റ് സൈഡഡ് കിട്ടും, സെക്കൻഡ് റൈറ്റ് സൈഡഡ് കിട്ടും. ഇതിൽ മോഡ് Z > 1 ആണ് റൈറ്റ് സൈഡഡ്, അപ്പോൾ നമ്മൾ a⁻n u ഓഫ് n. അപ്പോൾ ഇവിടെ a⁻n u ഓഫ് n -3 1⁻n u ഓഫ് n എന്ന് പറയും. അപ്പോൾ ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ട് -3 u⁻n അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡഡിൻ്റെ ആയിട്ട് വരും. നെക്സ്റ്റ് ഇതിൻ്റെത് എന്തായിട്ടാണ് വന്നത്? മോഡ് Z <2 ആണ്. എന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷന് ഇവിടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് കോമ്പിനേഷനായിട്ട് കിട്ടും. ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ അതിൻ്റെ ROC പ്ലോട്ട് ചെയ്യണം. ROC പ്ലോട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഫസ്റ്റ് അതിൻ്റെ പോൾ വാല്യൂസ്, നമുക്ക് പോൾ വാല്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? ഒന്ന് 1ലും സെക്കൻഡ് പോൾ വാല്യൂ 2ലുമാണ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ രണ്ടിലും ഒരു യൂണിറ്റ് സർക്കിൾ നമ്മൾ വരയ്ക്കുക. രണ്ട് പോളിൽ കൂടെയും പാസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് സർക്കിൾ വരയ്ക്കാം. ഓക്കെ, 1ൽ കൂടെ പാസ് ചെയ്യുന്നത് 2ൽ കൂടെ പാസ് ചെയ്യുന്നത് ഒരു എസ് പ്ലെയിൻ ആണ്. രണ്ടും വരച്ചു. ഇനി ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ് Z <2 എന്നാണ്. മോഡ് Z <2 എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ വരും? <2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മോഡ് Z <2 ആണ്.
2-ന് ലെസ് ദാൻ വാല്യൂസ് വരും. അപ്പോൾ ഈ ഒരു റീജിയൻ ഫുള്ള് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മോഡ് ഇസഡ് വാല്യൂ, സെക്കൻഡ് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ 1-നേക്കാളും ഹയർ വാല്യൂസ് അല്ലെങ്കിൽ 1-നേക്കാൾ ഔട്ട് സൈഡ് ദ എക്സ്പ്രഷൻ വരും. ഇതിൻ്റെ ഔട്ട് സൈഡ് ദ എക്സ്പ്രഷൻ വരും. അപ്പോൾ ഇവിടെ കോമൺ റീജിയൻ വരുന്ന പാർട്ടായിരിക്കും അതിൻ്റെ ROC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോമൺ റീജിയൻ ഏതാ വരുന്നത്? ഗ്രീനും ഇതും കൂടെ ഉള്ള കോമൺ റീജിയൻ വരുന്നത് ROC അതായിരിക്കും അതിൻ്റെ ROC എന്ന് പറയുന്നത്. കോമൺ പോയിൻ്റ് വരുന്നതായിരിക്കും അതിൻ്റെ ROC എന്ന് പറയുന്നത്. ഇങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ്റെയും ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമും ലാപ്ലാസ് ട്രാൻസ്ഫോമും നമുക്ക് കമ്പയർ ചെയ്ത് ജനറൽ എക്സ്പ്രഷൻ അറിഞ്ഞിട്ട് തന്നെ വേഗം ചെയ്യാൻ പറ്റും. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.